ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് PSCയിലേക്ക് സ്വാഗതം. അപ്പോൾ 10th പ്രിലിംസിൻ്റെ 3-4 ഘട്ടങ്ങൾ നാളെ നടക്കുകയാണ്. എല്ലാവരും പഠിച്ചു കഴിഞ്ഞെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്കൊരു മോക്ക് ടെസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകളിൽ പ്രതീക്ഷിക്കാവുന്ന ചോദ്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കേട്ടോ. ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ ഒരു എക്സാമിൻ്റെ കട്ട് ഓഫ് മാർക്ക് വരുന്നത് 79 മാർക്കാണ്. നമ്മൾ SCERT ക്ലാസ്സുകളും NCERT ക്ലാസ്സുകളും എടുക്കുന്നുണ്ട്. പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ മതി കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അതിഥി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? അതിഥി അശോക് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ എ, ഗോൾഫ്. ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏത് നദിയുടെ സമീപത്തായാണ് പ്രവർത്തിക്കുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ കാഴ്ച പരിമിത സൗഹൃദ മ്യൂസിയം ഏത് നദിയുടെ സമീപത്തായാണ് പ്രവർത്തിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി, ഭാരതപ്പുഴ. യുവജനങ്ങൾക്ക് രാജ്യത്തെ പ്രമുഖ കമ്പനികളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിനായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തുന്ന PM ഇന്റേൺഷിപ്പിൻ്റെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് തുക എത്രയാണ്? യുവജനങ്ങൾക്ക് രാജ്യത്തെ പ്രമുഖ കമ്പനികളിൽ പ്രായോഗിക പരിശീലനം നൽകുന്നതിനായി കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം നടത്തുന്ന PM ഇന്റേൺഷിപ്പിൻ്റെ പ്രതിമാസ സ്റ്റൈപ്പൻഡ് തുക എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ. സുഖോയ് 30 വിമാനങ്ങളുടെ കരുത്തുകൂട്ടാൻ R-37M ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഏത് രാജ്യത്തിൽ നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? സുഖോയ് 30 വിമാനങ്ങളുടെ കരുത്തുകൂട്ടാൻ R-37M ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈലുകൾ ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ വാങ്ങുന്നത്? ആൻസർ ഓപ്ഷൻ സി, റഷ്യ. PSLV C-62 പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപവൽക്കരിച്ച ഉന്നതതല കമ്മിറ്റിയുടെ അധ്യക്ഷൻ. PSLV C-62 പരാജയത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കേന്ദ്ര സർക്കാർ രൂപീകരിച്ച ഉന്നതതല കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരാണ്? ആൻസർ ഓപ്ഷൻ എ, പ്രൊഫസർ K. വിജയരാഘവൻ. ചേരുംപടി ചേർക്കുക. കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ തുടർച്ചയായി ലേണിംഗിലൂടെ സാധ്യമാക്കുന്നതിന് കണ്ടിന്യൂസ് ലേണിംഗ് ആക്സസ് പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം? ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വന്ന പ്രദേശം? ദേശീയ കടുവ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം ഏതാണ്? ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ലഡാക്ക്, ബീഹാർ. ആൻസർ ഓപ്ഷൻ എ ആണ്. 1A, 2D, 3C, 4B. അതായത് കുട്ടികൾക്ക് ഏറ്റവും പുതിയ അറിവുകൾ തുടർച്ചയായി ലേണിംഗിലൂടെ സാധ്യമാക്കുന്നതിന് കണ്ടിന്യൂസ് ലേണിംഗ് ആക്സസ് പ്രൊജക്റ്റ് ആരംഭിച്ച സംസ്ഥാനം ഉത്തരാഖണ്ഡാണ്. ഉത്തരാഖണ്ഡ്. ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം? ബീഹാർ. ആദ്യമായിട്ട് ജാതി സെൻസസ് പുറത്തുവിട്ട സംസ്ഥാനം ബീഹാർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വന്ന പ്രദേശം? ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വന്ന പ്രദേശം? ആൻസർ ഓപ്ഷൻ സി, ലഡാക്ക്. ലഡാക്കാണ് ഏറ്റവും ഉയരം കൂടിയ ഫൈറ്റർ എയർഫീൽഡ് നിലവിൽ വന്ന പ്രദേശം. ദേശീയ കടുവ സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ കടുവകളുള്ള സംസ്ഥാനം? മധ്യപ്രദേശ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2027 പ്രഥമ ദേശീയ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? 2027 പ്രഥമ ദേശീയ ഡിജിറ്റൽ സെൻസസിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ എ, സുദർശൻ പട്നായിക്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? മേരി മാട്ടി മേരി മേരാ ദേശ് ക്യാമ്പയിനിൻ്റെ ആപ്തവാക്യമായ മിട്ടിക്കോ നമൻ വീരോങ്ക വന്ദൻ എന്നതിൻ്റെ അർത്ഥം മണ്ണിന് വന്ദനം, വീരന്മാർക്ക് വന്ദനം എന്നാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും വൃക്ഷത്തൈകളും ഡൽഹിയിലെത്തിച്ച് കർത്തവ്യപഥത്തിൽ അമൃത് ഉദ്യാനം ഒരുക്കുകയാണ് മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിനിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. സമീപകാലത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സസ്യ ഫോസിൽ കണ്ടെത്തിയത് ചിത്രകൂട് പർവ്വത മേഖലയിൽ നിന്നാണ്. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾക്കൊപ്പം ODF+ ഓപ്പൺ ഡെഫെക്കേഷൻ ഫ്രീ പദവി ലഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം. ആൻസർ ഓപ്ഷൻ എ ആണ്. ഈ പറഞ്ഞെല്ലാം ശരിയാണ്. ഒന്നും കൂടി നമുക്ക് വായിച്ചു നോക്കാം.
മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിനിൻ്റെ ആപ്തവാക്യമായ മിട്ടിക്കോ നമൻ വീരോങ്ക വന്ദൻ എന്നതിൻ്റെ അർത്ഥം മണ്ണിന് വന്ദനം, വീരന്മാർക്ക് വന്ദനം എന്നാണ്. ഗ്രാമങ്ങളിൽ നിന്ന് ശേഖരിച്ച മണ്ണും വൃക്ഷത്തൈകളും ഡൽഹിയിലെത്തിച്ച് കർത്തവ്യ പദത്തിൽ അമൃത് വാടിക ഉദ്യാനം ഒരുക്കുകയാണ് മേരി മാട്ടി മേരാ ദേശ് ക്യാമ്പയിനിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. സമീപകാലത്ത് ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ള സസ്യ ഫോസിൽ കണ്ടെത്തിയത് ചിത്രകൂട് പർവ്വത മേഖലയിൽ നിന്നാണ്. കർണാടക, തെലങ്കാന സംസ്ഥാനങ്ങൾക്കൊപ്പം ODF+ പദവി ലഭിച്ച ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കേരളം. 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്ത് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടത് ഏതാണ്? 2024-25 വർഷത്തെ സ്വരാജ് പുരസ്കാരങ്ങളിൽ മികച്ച ഗ്രാമപഞ്ചായത്തായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ സി, ഉഴമലക്കൽ. എത്രാമത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ 9 നടന്നത്? എത്രാമത് കേരള നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് 2026 ഏപ്രിൽ 9 നടന്നത്? ആൻസർ ഓപ്ഷൻ സി, 16. ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ലോകത്തിൻ്റെ കരവിസ്തീർണത്തിൻ്റെ എത്ര ഭാഗമാണ് ഇന്ത്യ? ആൻസർ ഓപ്ഷൻ എ, 1/42. ചേരുംപടി ചേർക്കുക. ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, മ്യാൻമറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, ഭൂട്ടാനുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ, നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. പട്ടിക 2 നോക്കാം. ബംഗ്ലാദേശുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത് ഇതൊക്കെയാണ്: പശ്ചിമ ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. പശ്ചിമ ബംഗാൾ, ആസാം, മേഘാലയ, ത്രിപുര, മിസോറാം. ഇനി മ്യാൻമറുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് അരുണാചൽ പ്രദേശ്, നാഗാലാൻഡ്, മണിപ്പൂർ, മിസോറാം. നെക്സ്റ്റ്, ഭൂട്ടാനുമായി അതിർത്തിയുള്ള സംസ്ഥാനങ്ങൾ സിക്കിം, പശ്ചിമ ബംഗാൾ, അസം, അരുണാചൽ പ്രദേശ്. നേപ്പാളുമായി അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഉത്തരാഖണ്ഡ്, ഉത്തർപ്രദേശ്, ബീഹാർ, പശ്ചിമ ബംഗാൾ, സിക്കിം. മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? മൺസൂൺ മഴയും ഇടവിട്ടുള്ള വേനൽക്കാലവും അനുഭവപ്പെടുന്ന സ്ഥലങ്ങളിൽ രൂപം കൊള്ളുന്ന മണ്ണിനം ഏത്? ആൻസർ ഓപ്ഷൻ ഡി, ലാറ്ററൈറ്റ്. കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? കൊടുമുടികളുടെ ശൃംഖത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹകരെ കയറ്റിവിടുന്ന കൊടുമുടി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, കാഞ്ചൻജംഗ. ഇനി പറയുന്ന ജോഡികൾ പരിഗണിക്കുക. ബോണ്ടില ചുരം, അരുണാചൽ പ്രദേശ്. ശരിയാണ്, ബോണ്ടില അരുണാചൽ പ്രദേശ് ശരിയാണ് അല്ലേ. ചാങ്ല ചുരം, ലഡാക്ക് ശരിയാണ്. ഗോരം ഘാട്ട് ചുരം, രാജസ്ഥാൻ ശരിയാണ്. സോജില ചുരം, സിക്കിം. അതാണ് അവിടെ തെറ്റായിട്ട് വരുന്നത്. ആൻസർ ഓപ്ഷൻ ബി കേട്ടോ. 1, 2, 3 തന്നിരിക്കുന്നതിൽ ശരിയാണ്. നെക്സ്റ്റ്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം? തോറിയം ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഓപ്ഷൻ സി, കേരളം. ബൊക്കാറോ സ്റ്റീൽ പ്ലാന്റ് ഏത് സംസ്ഥാനത്താണ്? ആൻസർ ഓപ്ഷൻ എ, ജാർഖണ്ഡ്. സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? സലാൽ ജലവൈദ്യുത പദ്ധതി ഏത് കേന്ദ്രഭരണ പ്രദേശത്താണ്? ആൻസർ ഓപ്ഷൻ ഡി, ജമ്മു കാശ്മീർ. ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ദേശീയപാത? ആൻസർ ഓപ്ഷൻ ബി, NH-44. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോർട്ട് മാനേജ്മെൻറ്റ് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി, ചെന്നൈ. ഏത് വൈസ്രോയുടെ കാലത്താണ് ലജ്പത് റായിയുടെ മരണത്തിനിടയാക്കിയ ലാത്തി ചാർജിന് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് പോലീസ് സൂപ്രണ്ട് സാൻഡേഴ്സിനെ ലാഹോറിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന് മുന്നിൽ വെച്ച് ഭഗത് സിംഗും കൂട്ടരും വെടിവെച്ച് കൊന്നത്? അപ്പോൾ ലാല ലജ്പത് റായിയെ കൊന്ന സമയത്ത് വൈസ്രോയാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ എ ആണ്, ഇർവിൻ പ്രഭു. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ക്വിറ്റ് ഇന്ത്യ സമര വിളംബരം നടന്ന മൈതാനമാണ് മുംബൈയിലെ ഗോവാലിയ ടാങ്ക്. ശരിയാണോ? ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരക്കാലത്താണ് ബലിയ, സത്താര തുടങ്ങിയ സ്ഥലങ്ങളിൽ സമാന്തര സർക്കാർ അധികാരത്തിൽ വന്നത്. അതും ശരിയാണ്. ക്വിറ്റ് ഇന്ത്യ സമരത്തിന് മുന്നോടിയായി പ്രധാന നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനായി ബ്രിട്ടീഷുകാർ സ്വീകരിച്ച നടപടിയാണ് ഓപ്പറേഷൻ 0 അവർ എന്ന് പറയുന്നത്. അതും ശരിയാണ്.
ക്വിറ്റ് ഇന്ത്യ പ്രമേയത്തിൻ്റെ കരട് തയ്യാറാക്കിയത് മൗലാന അബ്ദുൽ കലാം ആസാദാണ്. അതാണ് അവിടെ തെറ്റായ പ്രസ്താവന. ആൻസർ ഓപ്ഷൻ ബി ആണ്. 1, 2, 3 ശരിയാണ്. നെക്സ്റ്റ്, 1857 കലാപക്കാലത്ത് ഔധ് മേഖലയിൽ കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? കലാപത്തിൻ്റെ വിളക്കുമാടം എന്നറിയപ്പെട്ടത് ആരാണ്? ആൻസർ ഓപ്ഷൻ ബി, മൗലവി അഹമ്മദുള്ള. ആദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ട 1896 കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ആൻസർ ഓപ്ഷൻ ബി, റഹ്മത്തുള്ള സയാനി. ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ഡീൻ എന്നറിയപ്പെട്ട തുഷാർ കാന്തി ഘോഷ് ഏത് പത്രത്തിലാണ് പ്രവർത്തിച്ചിരുന്നത്? തുഷാർ കാന്തി ഘോഷ് ഇന്ത്യൻ പത്രപ്രവർത്തനത്തിൻ്റെ ഡീൻ. ആൻസർ ഓപ്ഷൻ എ ആണ്, അമൃത് ബസാർ പത്രിക. ദ റെനൈസൻസ് ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ച സ്വാതന്ത്ര്യ സമര സേനാനി? ദ റെനൈസൻസ് ഇൻ ഇന്ത്യ. ആൻസർ ഓപ്ഷൻ ബി ആണ്, അരബിന്ദ ഘോഷ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ കോൺഗ്രസിനെ പ്രതിനിധാനം ചെയ്തത് ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി, മഹാത്മാഗാന്ധി. കൂസെ മുനിസ്വാമി എന്ന യഥാർത്ഥ പേരുള്ള വീരപ്പനെ പിടികൂടുന്നതിനായി നടത്തിയ ദൗത്യം? കൂസെ മുനിസ്വാമി എന്ന യഥാർത്ഥ പേരുള്ള വീരപ്പനെ പിടികൂടുന്നതിനായി നടത്തിയ ദൗത്യം? ആൻസർ ഓപ്ഷൻ എ, ഓപ്പറേഷൻ കൊക്കൂൺ. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? നമ്മുടെ ജീവിതത്തിൽ നിന്നും പ്രകാശം മറഞ്ഞു പോയിരിക്കുന്നു, എവിടെയും ഇരുട്ടാണെന്ന് ഗാന്ധിജി അന്തരിച്ചപ്പോൾ പറഞ്ഞത് ജവഹർലാൽ നെഹ്റുവാണ്. ശരിയാണല്ലേ? രക്തമാംസങ്ങളിൽ ഇങ്ങനെയൊരു മനുഷ്യൻ ഭൂമിയിൽ ജീവിച്ചിരുന്നുവെന്ന് വരും തലമുറ വിശ്വസിച്ചെന്ന് വരില്ല എന്ന് മഹാത്മാഗാന്ധിയെക്കുറിച്ച് പറഞ്ഞത് ആൽബർട്ട് ഐൻസ്റ്റൈൻ ആണ്. ശരിയാണ്. മഹാത്മാഗാന്ധിയുടെ നിര്യാണ വേളയിൽ മരണത്തിനു മുന്നിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല എന്ന് പ്രസ്താവിച്ചത് മുഹമ്മദ് അലി ജിന്നയാണ്. അതും ശരിയാണ്. ഞാനും മറ്റുള്ളവരും വിപ്ലവ നേതാക്കന്മാരായിരിക്കാം, പക്ഷെ ഞങ്ങളെല്ലാവരും തന്നെ ഗാന്ധിജിയുടെ ശിഷ്യന്മാരാണ്, നേരിട്ടോ അല്ലാതെയോ എന്ന് പറഞ്ഞത് ഹോച്ചിമിനാണ്. അതും എന്താണ്, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സ്വാതന്ത്ര്യാനന്തരം 1950 ഭരണഘടന നിലവിൽ വന്നപ്പോൾ പഴയ നാട്ടുരാജ്യങ്ങളും ഒരു കൂട്ടം നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്ന പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? സ്വാതന്ത്ര്യാനന്തരം 1950 ഭരണഘടന നിലവിൽ വന്നപ്പോൾ പഴയ നാട്ടുരാജ്യങ്ങളും ഒരു കൂട്ടം നാട്ടുരാജ്യങ്ങളും ഉൾപ്പെട്ടിരുന്ന പാർട്ട് ബി സംസ്ഥാനങ്ങളുടെ ഗണത്തിൽ എത്ര സംസ്ഥാനങ്ങളാണ് ഉണ്ടായിരുന്നത്? ആൻസർ ഓപ്ഷൻ എ ആണ്, 8. താഴെ പറയുന്നവ പരിഗണിക്കുക. വിദ്യാഭ്യാസം, മനങ്ങൾ, അളവ് തൂക്കങ്ങൾ. ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, നീതിന്യായത്തിൻ്റെ ഭരണനിർവഹണം. ഇവയിൽ ഭരണഘടനയുടെ 42ാം ഭേദഗതി പ്രകാരം സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്നും കൺകറന്റ് ലിസ്റ്റിലേക്ക് മാറ്റിയ വിഷയങ്ങൾ ഏതെല്ലാമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, 1, 2, 3, 4, 5. വനം, വിദ്യാഭ്യാസം, അളവ് തൂക്കങ്ങൾ, ട്രേഡ് ആൻഡ് കൊമേഴ്സ്, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. എല്ലാവർക്കും അവസര സമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ഏത്? ആൻസർ ഓപ്ഷൻ ബി, 16. ഭരണഘടനയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശം സംബന്ധിച്ച അന്തഃസത്ത ഏത് അനുച്ഛേദത്തിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത്? ഭരണഘടനയിൽ നേരിട്ട് പരാമർശിച്ചിട്ടില്ലെങ്കിലും മലിനീകരിക്കപ്പെടാത്ത പരിസ്ഥിതിക്കുള്ള അവകാശം സംബന്ധിച്ച അന്തഃസത്ത ഏത് അനുച്ഛേദത്തിലാണ് ഉൾച്ചേർന്നിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, 21. അശോകസ്തംഭത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. അശോകസ്തംഭത്തിൽ ആലേഖനം ചെയ്യപ്പെട്ടിട്ടുള്ള മൃഗങ്ങൾ. ആൻസർ ഓപ്ഷൻ എ, ആന, കുതിര, കാള, സിംഹം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. പ്രസ്താവന 1. ജനഗണമനയുടെ പൂർണ്ണ രൂപത്തിന് 6 ചരണങ്ങളാണുള്ളത്. ദേശീയ ഗാനമായി സ്വീകരിച്ചിരിക്കുന്നത് ജനഗണമനയുടെ ആദ്യത്തെ ചരണമാണ്. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ബി ആണ്, 2 ശരിയാണ്, 1 തെറ്റാണ്. ദേശീയ ഗാനമായി സ്വീകരിച്ചിരിക്കുന്നത് ജനഗണമനയുടെ ആദ്യത്തെ ചരണമാണ്. വന്ദേ മാതരത്തിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ നിർവഹിച്ചത്? ആൻസർ ഓപ്ഷൻ സി, അരവിന്ദ ഘോഷ്.
ദേശീയ കലണ്ടർ രൂപവൽക്കരണ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത്. ദേശീയ കലണ്ടർ രൂപവൽക്കരണ കമ്മിറ്റിയുടെ ചെയർമാനായി പ്രവർത്തിച്ചത്. ആൻസർ ഓപ്ഷൻ സി മേഘ്നാഥ് സാഹ. മേഘ്നാഥ് സാഹ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനം വഹിച്ച ആദ്യ കേരളീയൻ ആരാണ്? ആദ്യ കേരളീയൻ ആരാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങളെ വിവരാവകാശ നിയമത്തിൻ്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നത് ഏത് സെക്ഷൻ പ്രകാരമാണ്? ആൻസർ ഓപ്ഷൻ എ ആണ് 24. ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി പദവി വഹിച്ചിട്ടുള്ള വ്യക്തിക്കാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷനായി നിയമിക്കപ്പെടാൻ യോഗ്യതയുള്ളത്. ശരിയാണോ? ശരിയാണ്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപവൽക്കരണം പ്രതിപാദിക്കുന്ന മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലെ വകുപ്പാണ് 21-ാം വകുപ്പ്. അതും ശരിയാണ്. ഭരണഘടനയുടെ സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്നിവയിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളിലെ മനുഷ്യാവകാശ ലംഘനങ്ങളാണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ പരിഗണനയ്ക്കെടുക്കുന്നത്. ശരിയാണ്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1998 ആണ്. അതും ശരിയാണ്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂമേഖലയായ മലനാട് ആകെ വിസ്തീർണത്തിൻ്റെ എത്ര ശതമാനമാണ്? ആൻസർ ഓപ്ഷൻ ബി 48%. താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക. കുന്തിപ്പുഴ, തൂതപ്പുഴ, തേനാർ, കരിമ്പുഴ ഇവയിൽ ഭാരതപ്പുഴ വ്യൂഹത്തിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി 1, 2, 4. കുന്തിപ്പുഴ, തൂതപ്പുഴ, കരിമ്പുഴ. ചിമ്മിനി അണക്കെട്ട് ഏത് നദിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി കുറുമാലിപ്പുഴ. താഴെ പറയുന്നതിൽ ചിത്രകൂടൻ പക്ഷിക്കൂടുകൾ കാണപ്പെടുന്നത് എവിടെയാണ്? ആൻസർ ഓപ്ഷൻ സി പക്ഷിപാതാളം. തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതവുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? തമിഴ്നാട്ടിലെ ഇന്ദിരാഗാന്ധി വന്യജീവി സങ്കേതവുമായി ചേർന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏത്? ആൻസർ ഓപ്ഷൻ എ ആണ് ചിന്നാർ. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജൈവ വൈവിധ്യമുള്ള ദേശീയോദ്യാനം? ആൻസർ ഓപ്ഷൻ ഡി സൈലന്റ് വാലി. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. മാട്ടുപ്പെട്ടി അണക്കെട്ട്. മാട്ടുപ്പെട്ടി അണക്കെട്ട് ഇടുക്കി. ബ്രഹ്മപുരം ഡീസൽ നിലയം എറണാകുളം. മണിയാർ ജലവൈദ്യുത പദ്ധതി പത്തനംതിട്ട. ബാണാസുര സാഗർ പദ്ധതി എവിടെയാണ്? ബാണാസുര സാഗർ പദ്ധതി വയനാടാണല്ലേ, വയനാട്. നെക്സ്റ്റ്, കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ. കേരളത്തിൻ്റെ ഏറ്റവും വടക്കേറ്റത്തുള്ള കായൽ. ആൻസർ ഓപ്ഷൻ ഡി ആണ് ഉപ്പള കായൽ. കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രമായ പുതിയങ്ങാടി ഏത് ജില്ലയിലാണ്? കേരളത്തിലെ ആദ്യത്തെ കല്ലുമ്മക്കായ കടൽ മത്സ്യ വിത്തുൽപാദന കേന്ദ്രമായ പുതിയങ്ങാടി ഏത് ജില്ലയിലാണ്? ആൻസർ ഓപ്ഷൻ ബി കണ്ണൂർ. ആദ്യ മലയാളി ഒളിമ്പ്യനായ CK ലക്ഷ്മണൻ 1924 ഏത് ഇനത്തിലാണ് മത്സരിച്ചത്? ആദ്യ മലയാളി ഒളിമ്പ്യനായ CK ലക്ഷ്മണൻ 1924 ഏത് ഇനത്തിലാണ് മത്സരിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി ആണ് 110 മീറ്റർ ഹർഡിൽസ്. 1920 5ാമത്തെ മലബാർ ജില്ലാ രാഷ്ട്രീയ സമ്മേളനം നടന്ന സ്ഥലം? ആൻസർ ഓപ്ഷൻ ഡി മഞ്ചേരി. ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന പ്രധാന സംഭവം ഏത്? ആൻസർ ഓപ്ഷൻ സി കീഴരൂർ സംഭവം. കീഴരൂർ സംഭവം കേട്ടോ. ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖ രൂപം കൊണ്ടത്? ആരുടെ അധ്യക്ഷതയിൽ ചേർന്ന സമ്മേളനത്തിലാണ് 1937 തിരുവിതാംകൂറിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ശാഖ രൂപം കൊണ്ടത്? ആൻസർ ഓപ്ഷൻ സി ആണ് പട്ടാഭി സീതാരാമയ്യ. തമിഴ്നാട്ടിൽ C. രാജഗോപാലാചാര്യരുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി? തമിഴ്നാട്ടിൽ C. രാജഗോപാലാചാര്യയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത മലയാളി? ആൻസർ ഓപ്ഷൻ എ ആണ് G. രാമചന്ദ്രൻ. ഭരണഘടനാ നിർമ്മാണ സഭയിൽ യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? യുണൈറ്റഡ് പ്രൊവിൻസിനെ പ്രതിനിധാനം ചെയ്ത മലയാളി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ് ഡോക്ടർ ജോൺ മത്തായി. കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം?
കൊച്ചി രാജ്യപ്രജാമണ്ഡലത്തിൻ്റെ ആദ്യത്തെ വാർഷിക സമ്മേളനം നടന്ന സ്ഥലം. ആൻസർ ഓപ്ഷൻ ഡി ഇരിങ്ങാലക്കുട. ഉത്തര കേരളത്തിൻ്റെ പാടുന്ന പടവാൾ എന്നറിയപ്പെട്ടത്. ആൻസർ ഓപ്ഷൻ എ ആണ് ടി സുബ്രഹ്മണ്യൻ തിരുമുമ്പ്. സുകുമാർ അഴീക്കോടിൻ്റെ തത്വമസിയിൽ പരാമർശിക്കപ്പെടുന്ന നവോത്ഥാന നായകൻ. വാഗ്ഭടാനന്ദൻ. പട്ടിക 1ഉം 2ഉം ചേരുംപടി ചേർക്കുക. കുട്ടംകുളം സമരം, ഊരുട്ടമ്പളം ലഹള, ചാന്നാർ ലഹള, ചീമേനി എസ്റ്റേറ്റ് സമരം, വഴിനടക്കിൽ സമരം, മേൽമുണ്ട് കലാപം, തോൽവിറക് സമരം, 90-ാം ആണ്ട് ലഹള. കുട്ടംകുളം സമരം, വഴിനടക്കൽ സമരം. ഊരുട്ടമ്പലം ലഹള, 90-ാം ആണ്ട് ലഹള. ചാനാർ ലഹള, മേൽമുണ്ട് കലാപം, ചീമേനി എസ്റ്റേറ്റ് തോൽവിറക് സമരം. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക. മിശ്രവിവാഹത്തിൻ്റെ പ്രചരണാർത്ഥം വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ട ജാഥയാണ് സാമൂഹിക പരിഷ്കരണ ജാഥ. ശരിയാണല്ലേ. പ്രസ്താവന 2. തൻ്റെ ഭാര്യ, സഹോദരിയും വിധവയുമായ ഉമ അന്തർജനത്തെ MRBയെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചാണ് വി.ടി. ഭട്ടതിരിപ്പാട് വിധവാ വിവാഹത്തിന് തുടക്കം കുറിച്ചത്. അതും ശരിയാണ്. സി ആണ് വരുന്നത്. രണ്ടും ശരിയാണ്. രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏത്? രക്തത്തിലെ പഞ്ചസാരയുടെ അളവിനെ നിയന്ത്രിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ഇൻസുലിൻ. യൂറോപ്പ ഏത് ഗ്രഹത്തിൻ്റെ പ്രധാന ഉപഗ്രഹമാണ്? ആൻസർ ഓപ്ഷൻ ഡി വ്യാഴം. മെൻഡലീവിൻ്റെ ആവർത്തന പട്ടികയിലുണ്ടായിരുന്ന മൂലകങ്ങളുടെ എണ്ണം. ആൻസർ ഓപ്ഷൻ സി 63. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ജീവകം ബി കോംപ്ലക്സിൽ ഉൾപ്പെടാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ ഡി അസ്കോർബിക് ആസിഡ്. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന മനുഷ്യ ശരീരത്തിലെ അവയവം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി കരൾ. ഇന്ത്യയിലെ ആദ്യത്തെ ഫ്ലോ കെമിസ്ട്രി ടെക്നോളജി ഹബ്ബ് സ്ഥാപിതമായത് എവിടെ? ആൻസർ ഓപ്ഷൻ സി ഹൈദരാബാദ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത സൺ സിൻക്രോനൈസ്ഡ് ഉപഗ്രഹം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ IRS-1A. മനുഷ്യരിലെ നൈട്രോജനിക് വിസർജ്യ പദാർത്ഥമായ യൂറിയ ഉൽപ്പാദിപ്പിക്കുന്നത് ഏത് അവയവത്തിൽ വെച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി കരൾ. ചുവടെ പറയുന്നതിൽ ശരീരത്തിൻ്റെ പ്രതിരോധ വൈകല്യ രോഗത്തിന് ഉദാഹരണം ഏത്? ആൻസർ ഓപ്ഷൻ എ വാതപ്പനി. ആവർത്തന പട്ടികയിൽ ഏത് പീരീഡിലാണ് ഓക്സിജൻ്റെ സ്ഥാനം? ഓപ്ഷൻ എ 2. പൂരിതലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതമാണ്. വ്യത്യസ്ത ഇനം തന്മാത്രകൾ തമ്മിലുള്ള ആകർഷണ ബലം ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ ഓപ്ഷൻ ഡി ആണ് അഡീഷൻ ബലം. വലിയ ലോഹഭാഗങ്ങൾക്കുള്ളിലെ പൊട്ടലുകളും വിള്ളലുകളും കണ്ടെത്താൻ ഉപയോഗിക്കുന്നത് ഏത്? ആൻസർ ഓപ്ഷൻ ബി അൾട്രാസോണിക് തരംഗങ്ങൾ. രോഗാണുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ടോക്സിനുകൾ നിർവീര്യമാക്കി ഉപയോഗിക്കുന്ന വാക്സിൻ ഉദാഹരണം ഏത്? ഓപ്ഷൻ എ TT വാക്സിൻ. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ വിശിഷ്ട താപധാരിയുള്ളത് തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ സി ജലം. കിരൺ, അർക്ക, സൽകീർത്തി എന്നിവ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ആൻസർ ഓപ്ഷൻ സി വെണ്ട. ചെള്ളുകൾ പരത്തുന്ന രോഗമേത്? ആൻസർ ഓപ്ഷൻ ബി ടൈഫസ് പനി. കലോറിക മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും മികച്ച ഇന്ധനമായി കണക്കാക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ഹൈഡ്രജൻ. ജെറ്റ് എഞ്ചിൻ്റെ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വം? ആൻസർ ഓപ്ഷൻ ഡി ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം. പയറുവർഗത്തിൽപ്പെട്ട സസ്യങ്ങളുടെ വേരുകളിൽ വസിച്ച് നൈട്രജനെ വലിച്ചെടുക്കുന്ന ബാക്ടീരിയ? ആൻസർ ഓപ്ഷൻ എ റൈസോബിയം. നെക്സ്റ്റ് മാത്സ് ആണ്. ജസ്റ്റ് ക്വസ്റ്റ്യൻ ഓപ്ഷനും പറയുന്നുള്ളൂ, ക്വസ്റ്റ്യൻ നമ്പറും ഓപ്ഷനും പറയുന്നുള്ളൂ. പോസ് ചെയ്തിട്ട് ചെയ്യാം കേട്ടോ. 81ൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്. 82 ഓപ്ഷൻ ഡി. 83 ഓപ്ഷൻ ബി. 84 ഓപ്ഷൻ എ. 85 ഓപ്ഷൻ ബി. 86 ഓപ്ഷൻ സി.
87 ഓപ്ഷൻ ബി. 88 ഓപ്ഷൻ ഡി. 89 ഓപ്ഷൻ ബി. 90 ഓപ്ഷൻ സി. 91 ഓപ്ഷൻ ഡി. 92 ഓപ്ഷൻ ബി. 93 ഓപ്ഷൻ സി. 94 ഓപ്ഷൻ ഡി. 95 ഓപ്ഷൻ ബി. 96 ഓപ്ഷൻ എ. 97 ഓപ്ഷൻ എ. 98 ഓപ്ഷൻ സി. 99 ഓപ്ഷൻ എ. 100 ഓപ്ഷൻ സി. എത്രയും മാർക്ക് കിട്ടിയിട്ടുള്ളതെന്ന് കമൻറ്റ് ചെയ്യാം. അടുത്ത ക്ലാസ്സിൽ കാണാം.